ഹായ് കൂട്ടുകാരെ, ഇറ്റ്സ് മീ സാൻഡിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഏത്തപ്പഴം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളുടെ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴവും 1 കപ്പ് ശർക്കര ഉരുക്കിയതും 1 കപ്പ് റവയും 1/2 കപ്പ് പാലും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ. പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കട്ടെ. അല്പം കൂടി പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഇപ്പോൾ അല്പം പഴുപ്പ് കുറവാണ്. ഞാനത് മൊത്തം അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും പാലും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ പാലും ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. അതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തേ. ഇത് കണ്ടോ. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ചെറിയ കട്ടയൊക്കെ ആയിട്ട് പഴം കിടക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് പുഴുങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. പഴമല്ലേ, നന്നായിട്ട് വെന്തോളും. ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും. എന്നിട്ട് അതിലേക്ക് ഞാൻ റവ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വറുത്ത റവയോ വറക്കാത്ത റവയോ ചേർക്കാം. വറുത്ത റവയാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കുമേ. അതായത് ഞാൻ കുറേശ്ശെയായി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തേ. അങ്ങനെ മുഴുവൻ റവയും ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് ഒരു പാത്രം റവയ്ക്ക് 1 പാത്രം ശർക്കരപ്പാനി ചിലപ്പോൾ തികയും. അത് തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കിയപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിൽ അപ്പം എണ്ണ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്തേക്ക് ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുവാണേ. ചെറിയൊരു ഏത്തക്കാപ്പഴത്തിൻ്റെ കഷ്ണമൊക്കെ വീണിട്ടുണ്ട്, സാരമില്ല. വേണമെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ വെച്ചൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനത് ആവിക്ക് വെച്ചിരുന്ന ആ പാത്രം തുറന്നു. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തേ. എന്നിട്ട് ഞാനത് അങ്ങനെ തന്നെ മൂടി വെച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. 4 മണിക്ക് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ മൂടയൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൈയൊന്ന് പൊള്ളി. അതുകൊണ്ട് ഞാൻ ആ മൂടയങ്ങ് മാറ്റി വെച്ചു. നല്ലതുപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൈഡൊക്കെ വിട്ടു തുടങ്ങി. ഇനി ഒന്ന് കുത്തി നോക്കാവേ. ഇത് കണ്ടോ, അതിലൊട്ടും പിടിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് തണുത്തിട്ട് വേണം മുറിച്ചെടുക്കാൻ. അതായത് ഞാനിവിടെ ഇറക്കി വെച്ച് ഇപ്പോൾ തന്നെ എൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ക്യാഷു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവേ. ഇനി ഒരെണ്ണത്തിനും കൂടെ ഉള്ളതുണ്ടായിരുന്നു, അതും കൂടി ഞാനങ്ങ് ഒഴിച്ച് വെച്ചേ. എന്നിട്ട് നോക്കിയപ്പോഴേക്കും ഇത് തണുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേ. ഇതിങ്ങനെ പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി എടുത്തപ്പോഴേക്കും അതിങ്ങ് വിട്ടുപോകുന്നു കേട്ടോ. കാരണം നമ്മൾ എണ്ണ തൂത്ത് വെച്ചിരുന്ന പാത്രമായിരുന്നല്ലോ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഏത്തക്കാപ്പഴം കൊണ്ടുള്ള പലഹാരം. നിങ്ങൾക്കിഷ്ടമായോ? നിങ്ങൾക്കിഷ്ടമായാൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. നല്ല വട്ടയപ്പം മുറിക്കുന്നത് പോലെ നമുക്ക് മുറിച്ചെടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട്. അതായത് കണ്ടോ,
നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.